സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് താപനില മുന്നറിയിപ്പ് നൽകി. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. പകൽ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണം. ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയത് 39.2 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ്. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാം. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്നലെ പാലക്കാടാണ് സംസ്ഥാനത്ത് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. ഇന്നും പാലക്കാട് 40 ഡിഗ്രിയിലേക്ക് ചൂടെത്തും എന്നതാണ് അറിയിപ്പ്. നിർജ്ജലീകരണം തടയാനും നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് ഇടുക്കിയും വയനാടും ഒഴികെയുള്ള മറ്റ് 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് താപനില മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പകൽ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിർജ്ജലീകരണം അടക്കം ഉണ്ടാവാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കുന്നുണ്ട്. ഇന്നലെ പാലക്കാട് 39.2 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില രേഖപ്പെടുത്തിയത്. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ പാലക്കാടാണ് ഏറ്റവും ഉയർന്ന താപനില സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. ഇന്നും പാലക്കാട് 40 ഡിഗ്രിയിലേക്ക് ചൂടെത്താമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സൂര്യപ്രകാശം ശരീരത്തിൽ നേരിട്ട് ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. PC ജോർജിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ. മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെ അന്യായമായി ഉറഞ്ഞുതുള്ളുന്ന രാഷ്ട്രീയ നേതാക്കൾ ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയാണെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ. സങ്കുചിത രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിൽ മാധ്യമ സ്ഥാപനമായ ദീപിക പത്രത്തെ അധിക്ഷേപിക്കുകയും പ്രവർത്തകരെ പിതാവിനെ വിളിച്ച് വത്സിക്കുകയും ചെയ്യുന്ന PC ജോർജിനെയും ഷോൺ ജോർജിനെയും പോലുള്ള നേതാക്കൾ വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ സന്ദേശമാണ് പൊതുസമൂഹത്തിന് പകരാൻ ശ്രമിക്കുന്നത്. അധിക്ഷേപം മാത്രം രാഷ്ട്രീയ ശൈലിയായി പിന്തുടരുന്ന നേതാക്കളെ തിരുത്താനും നിയന്ത്രിക്കാനും അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നും പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടു.